ഹലോ, കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഈ ഒരു പാൻറ്റ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാമെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ബാലൻസ് കുറച്ച് പീസും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു ടോപ്പും കൂടി സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ കുറച്ച് നീളത്തിലാണ് ഈ ഒരു പീസ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനെ ഞാനൊന്ന് ലെങ്ത് കിട്ടുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ 4 ഫോൾഡാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കയ്യിലുള്ള ഒരു ലൈനിങ്ങും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട മെഷർമെൻറ്റ്സ് എല്ലാം തന്നെ കൊടുത്തെടുക്കണം. 28 സൈസിനാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഡീറ്റെയിൽഡായിട്ട് മെഷർമെൻ്റ് ഒന്നും ഞാൻ കാണിക്കുന്നില്ല. ഇതുപോലെ യോക്ക് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 പീസും യോക്കിന് മാത്രം ലൈനിങ് ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ താഴത്തേക്ക് ചെറിയൊരു ഫ്രില്ല് പോലെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി 2 പീസാണ് ഈ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മുടെ ഡ്രസ്സിലുണ്ടായിരുന്ന തന്നെ സ്ലീവിൻ്റെ പോർഷനാണ് കേട്ടോ. ആ ഒരു പോർഷൻ ഞാൻ ഇവിടെ സ്ലീവിന് വേണ്ടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു പഫ് സ്ലീവാക്കി കൊടുത്തിട്ട് താഴെ ഒരു ബാൻഡും കൂടി വെച്ചാണ് ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ. അപ്പോൾ ഇതിൻ്റെ ബാക്ക് പോർഷനിൽ ചെറിയൊരു ഓപ്പണിങ്ങും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് ഇടാനും ഊരാനും ഉള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ബാക്ക് ഫുള്ളായിട്ട് ഓപ്പണിങ് കൊടുത്താലും ഈസി ആയിരിക്കും കേട്ടോ. അപ്പോൾ അതുപോലുള്ള വീഡിയോസ് മുന്നേ ചെയ്തിട്ടുണ്ടേ. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാനുള്ള ഡൗട്ട്സ് ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ മുന്നത്തെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഇതുപോലെ ഫ്രണ്ട് നെക്ക് ഒരു ഓവൽ ഷേപ്പാണ് കൊടുത്തത്. അപ്പോൾ അതും കൂടി സ്റ്റിച്ച് ചെയ്തെടുത്ത് സ്ലീവും കൂടി അറ്റാച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാണ് പാൻറ്റും ടോപ്പും ഇട്ടിട്ടുള്ള ഫോട്ടോസ്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം ഫ്രണ്ട്സ്. താങ്ക്